കേരളത്തിൽ ഇടത് സർക്കാർ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ കുതന്ത്രങ്ങളുമായി വീണ്ടും അധികാരത്തിലേറാനാണ് പിണറായി വിജയൻ്റെയും ഇടതുമുന്നണിയുടെയും ശ്രമമെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP. തിരുവമ്പാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി CK കാസിമിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കാരക്കുറ്റിയിൽ സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇടത് സർക്കാർ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ കുതന്ത്രങ്ങളുമായി വീണ്ടും അധികാരത്തിലേറാനാണ് പിണറായി വിജയൻ്റെയും ഇടതുമുന്നണിയുടെയും ശ്രമമെന്നും BJPയുമായി ഡീൽ ഉറപ്പിച്ചത് ഇതിൻ്റെ ഭാഗമാണെന്നും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. കേരളത്തിൻ്റെ മതേതര സംസ്കാരത്തിന് പോറലേൽപ്പിക്കാനുള്ള ഇത്തരം നീക്കങ്ങളെ എതിർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം UDF സ്ഥാനാർത്ഥി CK കാസിമിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കാരക്കുറ്റിയിൽ സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, CPMന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്. അപ്പം എന്താ ലക്ഷ്യം? BJPയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതം. കോൺഗ്രസ് ഉണ്ടാവാനേ പാടില്ല ഭാരതത്തിൽ. കോൺഗ്രസ് മുക്ത ഭാരതം. CPMന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത കേരളം. കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ തുടച്ചേക്കുക, മറ്റേത് ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസ് തുടച്ചേക്കുക. അപ്പൊ കോൺഗ്രസിനെ തുടച്ചേക്കുക രണ്ടുപേരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ്. അവർക്ക് എവിടെ ക്ഷീണമെന്ന് വെച്ചാൽ ഞങ്ങൾ അവരെ സഹായിക്കും, ഞങ്ങൾക്ക് എവിടെ ക്ഷീണമെന്ന് വെച്ചാൽ അവർ ഞങ്ങളെ സഹായിക്കും. ഇതാണ് അവർ പറയുന്നത്. ഇതായിട്ട് നമ്മൾ കേരളമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത BJPയുടെ MP പറയുന്ന കാര്യമാണ്. നമ്മൾ പറയും രഹസ്യധാരണ, മറ്റേ ധാരണ. ഇതൊന്നും പരസ്യമായിട്ടാണ്. സമസ്ത മേഖലയിലും പരാജയപ്പെട്ട സർക്കാരാണ് കേരളത്തിലേത്. ഇതിന് മാറ്റം വരുത്തി UDF അധികാരത്തിലെത്തണം. ഇപ്പോൾ സർക്കാർ ഖജനാവ് കാലിയായ അവസ്ഥയാണ്. എന്നാലും മുഖ്യമന്ത്രി പരസ്യ ബോർഡിൽ 100 അടി മുകളിലിരുന്ന് ചിരിക്കുകയാണ്. ഇതിനായി കോടികൾ മുടക്കുകയാണെന്നും ഹാരിസ് ബീരാൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില വർദ്ധിച്ച അവസ്ഥയാണ്. വീട് പെർമിഷൻ ഫീസ് വർധനവ് വന്നതോടെ സാധാരണക്കാർ വലിയ ദുരിതത്തിലായി. പാചകവാതക പ്രതിസന്ധിയിൽ പോലും അനാസ്ഥ തുടരുകയാണെന്നും ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും UDFന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി എവിടെ ഇരിക്കും നമ്മൾ കണ്ടല്ലോ. നമുക്കിപ്പോ ഒന്ന് പുറത്തേക്ക് നിങ്ങൾ പോയി നോക്കിയാൽ മതി. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ട് ഒന്ന് മാവൂർ വഴി ഒന്ന് കോഴിക്കോട് വരെ പോയി നോക്കിയാൽ നമ്മുടെ മുഖ്യമന്ത്രി ഇരിക്കുന്ന 100 അടി പൊക്കത്തിലാണ്. പരസ്യ ബോർഡുകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. വലിയ പരസ്യ ബോർഡാണ്. കോടിക്കണക്കിന് രൂപയാണ് പരസ്യ ബോർഡുകൾക്ക്. എന്തിനാ മുഖ്യമന്ത്രി കയറി പരസ്യ ബോർഡിൽ 100 അടി മുകളിലിരിക്കുന്നത്? ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ 10 വർഷമായിട്ട് നമ്മൾ ഭരിച്ച മുഖ്യമന്ത്രിയല്ലേ. 10 വർഷം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിലല്ലേ ആ മുഖ്യമന്ത്രി ഇരിക്കേണ്ടത്? എന്തിനാണ് ഈ പരസ്യ ബോർഡിൽ കയറി ഇത്രയും പൈസ കൊടുത്തിട്ടിരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് അറിയാം ആരുടെയും മനസ്സിലില്ല എന്നുള്ള അറിയാം. അതുകൊണ്ടാണ് മുകളിൽ കയറിയിരിക്കുന്നത്. ആ മുകളിൽ കയറിയിരിക്കുന്ന മുഖ്യമന്ത്രിയെ നിലത്ത് ഇറക്കേണ്ട ദിവസമാണ് മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ. വന്യജീവികൾ മൂലം പ്രതിസന്ധിയിലായ മലയോര കർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ഹാരിസ് ബീരാൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ബാർ മുതലാളിമാരിൽ നിന്ന് വൻതുക വാങ്ങി അവർക്ക് സഹായകരമായ നടപടികളാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മുക്കം.